ഇതാണ് നമ്മുടെ പുതിയ സൈറ്റ് വരുന്നത്. ഈ വീട് ഫുള്ളായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഈ സൈറ്റ് വരുന്നത് പുതുക്കാട് ഭാഗമാണ്. ഇവിടെ ഹാളിലേക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ ഫ്രണ്ടിൽ സിമെൻറ്റ് ഫിനിഷിങ്ങോട് കൂടിയ ഒരു വർക്കാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ പോകുന്നത് ടി വി യൂണിറ്റിൻ്റെ ഏരിയയിലേക്കാണ്. ടി യൂണിറ്റിൻ്റെ ബാക്ക് സൈഡിലായി നമ്മൾ 3D ഡിസൈനോട് കൂടിയിട്ടുള്ള ഒരു ഐവറി മോഡൽ ന്യൂ ഡിസൈൻ വാൾപേപ്പറാണ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ ഒരു ബ്ലാക്ക് ലൈനോട് കൂടിയിട്ടുള്ള ഒരു മോഡലാണ് ഈ ഡിസൈൻ വരുന്നത്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു വിൻഡോയിൽ നമുക്ക് വൈറ്റ് ഷീറും പ്ലസ് മെയിൻ ക്ലോത്തുമായിട്ടുള്ള ഒരു വർക്കാണ് ഇവിടെ ഓൾറെഡി ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ വൈറ്റ് ഷീറും പ്ലസ് ഫ്രണ്ടിൽ മെയിൻ ക്ലോത്തുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നീട് വരുന്നത് ഇതിൻ്റെ ഡൈനിങ് ഏരിയ ആയിട്ടുള്ള ഭാഗമാണ്. ഇവിടെയും ഓൾറെഡി വൈറ്റ് ഷീറാണ് ഓൾറെഡി ഇവിടെ എംട്രാക്കിൽ കൊടുത്തിട്ടുള്ളത്. ഇത് ഈ വീടിൻ്റെ കിച്ചൻ്റെ ഒരു ഭാഗമാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ പോകാൻ പോകുന്നത് ഡൈനിങ് ഏരിയയിലൂടെ നമ്മൾ അടിയിലത്തെ ഫസ്റ്റത്തെ ബെഡ്റൂമിൻ്റെ ഏരിയയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അവിടെ നമ്മൾ ഓൾറെഡി കർട്ടൻ ബ്ലൈൻഡ്സ് ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്, ഐവറി മോഡൽ. അതിനുശേഷം അതേ മാച്ചിങ് ആയിട്ട് നമ്മൾ 3D ഡിസൈൻ ഒരു ലൈനപ്പ് മോഡൽ വാൾപേപ്പറാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഒരു 3D ന്യൂ മോഡൽ ഡിസൈനാണ് ഇതും നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ പോകുന്നത് ഈ വീട്ടിലെ തന്നെ കോർട്ട്യാർഡിൻ്റെ ഭാഗത്തേക്കാണ്. ഇവിടെ ഈ കോർട്ട്യാർഡിൻ്റെ വ്യൂ ആണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഇതിന് ശേഷം നമ്മൾക്ക് വരുന്ന വർക്ക് വരുന്ന ഏരിയ അപ്സ്റ്റെയറിലെ ഭാഗമാണ്. അപ്സ്റ്റെയറിൽ തന്നെ നമ്മൾ ഇവിടെ അടിയിലത്തെ ഹാളിലെ പോലെ തന്നെ മെയിൻ കർട്ടൻ ബ്ലൈൻഡ്സ് ഇവിടുത്തെ മുകളിലെ അപ്സ്റ്റെയറിലും ചെയ്തു വെച്ചിട്ടുണ്ട്. അതും സെയിം മോഡൽ തന്നെ ഐവറി കളറാണ് ഇവിടെയും നമ്മൾ ചെയ്തിട്ടുള്ളത്. ഗോൾഡൻ ഐവറി കർട്ടൻ ബ്ലൈൻഡ്സ് ആണ് ഇവിടെയും ചെയ്തു വെച്ചിട്ടുള്ളത്. ഇനി വരുന്നത് മുകളിലെ ബെഡ്റൂമാണ്. ഇവിടെ വരുന്നത് നമുക്ക് ഒരു മെയിൻ ഷീറും പ്ലസ് മെയിൻ ക്ലോത്തുമാണ്. ഒരു ഗ്രീൻ ഡിസൈനാണ് ഇവിടെ നമ്മൾ വാൾപേപ്പർ ടെക്സ്ചർ ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ കോൺടാക്ട് ചെയ്യുക പ്രൈഡ് സ്റ്റോർ.